നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമ മേഡത്തിന്റെ സോങ്ങില് ഒരു പെൺകുട്ടിയുടെ പോർഷൻ ഉണ്ടായിരുന്നു. പെൺകുട്ടി ശരിയായില്ല. പക്ഷേ അതേ പാട്ട് ഈ കുട്ടി പാടുന്നത് ഞങ്ങൾ എല്ലാവരും കേട്ടു. ശരിക്കും കുട്ടി, ശ്യാമ മേഡം വെയിറ്റ് ചെയ്യാം. ഇതുവരെ നന്നായിട്ട് പാടിയിരുന്ന തനിക്ക് എന്തു പറ്റി? മോളെ, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നീ എന്തായി കാണിക്കുന്നത്? എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ. ഹരി, മേഡത്തിന്റെ അടുത്തേക്ക് ഒന്ന് പോണം. കുറച്ച് സമയമെടുക്കും. ഓക്കെ സാർ. നമുക്ക് ഒന്നുകൂടെ നോക്കാം ടീന. കുട്ടി വന്നേ. കുട്ടിയോടെ പാടാൻ വേണ്ടി വന്നാണോ? അല്ല, കുട്ടിയെ ഞാനിവിടെ കണ്ടിട്ടുണ്ടല്ലോ. ആ, ഒരിക്കൽ മ്യൂസിക് കോളേജിൽ ഒരു പ്രോഗ്രാമിന് ശ്യാമ മേഡം പാടി നിർത്തിയ പാട്ട് പിന്നെ കുട്ടിയാണോ പാടിയത്? അയ്യോ, ശ്യാമ മേഡത്തിന് സ്റ്റേജ് കയറിയല്ലേ, പാടിയിട്ട് പോയാ മതി. ഞാൻ ആ പ്രോഗ്രാമിനുണ്ടായിരുന്നു. ഏകദേശം അത് തന്നെ പോലൊരു കുട്ടിയാ, അതുകൊണ്ടാ ചോദിച്ചത്. അന്ന് പാടിയത് ഞാനാ, അതങ്ങനെ പറ്റിപ്പോയതാ. ഞാൻ പോട്ടെ. സാർ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇനി എന്നെ നിർബന്ധിക്കല്ലേ അച്ഛാ. നമുക്ക് പോവാം. എന്താ കുട്ടി കാണിക്കുന്നത്? സോറി സർ, എനിക്ക് പറ്റുന്നില്ല. ലോ, നമ്മളിനി എന്ത് ചെയ്യും? ഇത്രയും നേരം കാണിച്ച ക്ഷമ ഇനി ശ്യാമ മാഡം കാണിക്കൂ? മോളെ, സോറി സാർ. മോളെ, നിക്കവിടെ. മോളെ, ഹലോ, ജിയ അല്ലെങ്കിൽ ജിൻസി, അതും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഡിവോഷണൽ പാടിയ കുട്ടിയുണ്ടല്ലോ, അതിലൊരാളെ എത്രയും പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തിക്കണം. ശ്യാമ മാഡത്തിന്റെ കൂടെയുള്ള പാട്ടാ. എന്തായടോ? ആ രണ്ട് കുട്ടികളും ഇല്ല. ഒരാൾ ബാംഗ്ലൂര് ഒരു ടെസ്റ്റ് എഴുതാൻ പോയിരിക്കുന്നു, ഒരാൾ സ്റ്റഡി ടൂറിലും. ഹരി, പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ വിളിക്കാൻ ആരാ ഉള്ളത്? സാർ, ഞാൻ ഒരു കാര്യം പറയാം.
ഞാൻ മുമ്പ് ഒരിക്കൽ സാറിനോട് പറഞ്ഞല്ലേ അന്ന് മ്യൂസിക് കോളേജിലെ ശ്യാമ മേഡത്തിന്റെ പാട്ടിനെ കുറിച്ച്. അന്ന് ശ്യാമ മേഡം നിർത്തിയ പാട്ട് അതേ ഈണത്തിൽ പാടി സുന്ദരമാക്കിയൊരു പെൺകുട്ടിയുണ്ട്. ഇവിടെ കൃത്യമായി അറിയുന്നവരെ തെരഞ്ഞിട്ട് കിട്ടുന്നില്ല. ആ നേരത്താ ഇനി ജാതകം വെച്ച് തിരയാൻ പോകുന്നത്. സാർ കുട്ടികളുണ്ട്, ഈ സ്റ്റുഡിയോ തന്നെ ഉണ്ട്. ഞാനിപ്പോ പുറത്ത് വെച്ച് കണ്ടതാ. അല്ല അത് സാർ ആ കുട്ടിയുടെ വോയിസ് ഞാൻ കേട്ടതാ. ഡിറ്റോ ശ്യാമ മേഡത്തിന്റെ വോയിസാ. എനിക്ക് തോന്നുന്നത് ഇത് വളരെ ആകസ്മികമായി വന്ന ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ആ കുട്ടി ഒന്ന് ട്രൈ ചെയ്യാം സാർ. ശ്രീ, റിസ്ക് എടുക്കാനൊന്നും ഞാനില്ല. ഒരു കാര്യം ഞാൻ പറയാം. എന്തെങ്കിലും കാരണവശാൽ ശ്യാമ മാഡം പാടുന്നില്ലെന്ന് തീരുമാനിച്ചാൽ തന്റെ മ്യൂസിക്കും എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും. സാർ ഹരി, നീ കോൺഫിഡന്റ് ആണോ? 100% ഓക്കെയാണ് സാർ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടാവും, ശ്യാമ മേഡത്തിന് ഇഷ്ടാവും. ഓക്കെ, നമുക്ക് ആ കുട്ടിയോട് സംസാരിക്കാം. കുട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീണ് കിട്ടിയ ഒരു അവസരമാണ്. സിനിമയിൽ ഇങ്ങനെയൊക്കെയാ ഓരോരുത്തരുടെ ഭാഗ്യം തെളിയുന്നത്. അല്ല, അതൊന്നും വേണ്ട സാർ. ഓക്കെ, ആക്ച്വലി നമുക്ക് ഇന്ന് തന്നെ ഈ പാട്ട് ചെയ്തു തീർക്കണം. 3-4 കുട്ടികൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാ. പക്ഷേ അവരൊക്കെ വരാവുന്ന കണ്ടീഷനിലല്ല. താൻ ജസ്റ്റ് ഒന്ന് നോക്ക്. എനിക്ക് അവിടെ നിന്ന് കയറി നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അതും ശ്യാമ മാഡത്തിന്റെ കൂടെയൊക്കെ വേണ്ട സാർ. കുട്ടിയുടെ കൂടെ ആരുണ്ട്? ഞാൻ വിനയ മാഡത്തിന്റെ കൂടെ വന്നതാ. മാഡം അവിടെ ഡബ് ചെയ്തോണ്ടിരിക്ക. എന്നാ നമുക്ക് വിനയ മാഡത്തിനോട് സംസാരിക്കാം. ആ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രഞ്ജൻ, തന്റെയാണോ റെക്കോർഡിംഗ് നടക്കുന്നത്? അതെ മാഡം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാഡത്തെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. നമ്മുടെ കയ്യിൽ വോയിസ് മാത്രമേ ഉള്ളൂ, പാട്ടില്ല. ഞങ്ങൾക്കൊരു പാട്ടുകാരിയെ വേണ്ടത്. മാഡം, ശ്യാമ മേഡത്തിന്റെ സോങ്ങില് ഒരു പെൺകുട്ടിയുടെ പോർഷൻ ഉണ്ടായിരുന്നു. പെൺകുട്ടി ശരിയായില്ല. പക്ഷേ അതേ പാട്ട് ഈ കുട്ടി പാടുന്നത് ഞങ്ങൾ എല്ലാവരും കേട്ടു. ശരിക്കും? ഈ കുട്ടിയോട് ഒന്ന് പാടി നോക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താ രാധികെ, എന്താ നോക്കാതെ? അയ്യോ മാഡം, എനിക്ക് അങ്ങനെ പറ്റൊന്നുമില്ല. അതൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യല്ലേ. അതെ, പേടി കൊണ്ടാ ഇവളിങ്ങനെയൊക്കെ പറയുന്നേ. ചെയ്യിച്ചെടുക്കാവുന്ന രഞ്ജന് ധൈര്യമുണ്ടോ? പറ്റും മാം. എങ്കില് രാധിക പാടും. അയ്യോ മാഡം, ആഹാ, ഞാൻ പറയുന്നതങ്ങ് കേട്ടാ മതി. രഞ്ജൻ, ഞാൻ ഇപ്പൊ രാധികയും കുട്ടി വരാം. നിങ്ങൾ നടന്നോളൂ. അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.